ഇരു സേനകളും തയ്യാറെടുക്കുന്നു എന്ന രീതിയിലുള്ള സൂചനകളും വരുന്നുണ്ട്. അടിയന്തര സാഹചര്യം നേരിടാൻ നമ്മുടെ എയർഫോഴ്സും നാവികസേനയും ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. റഫാൽ, സുഖോയ് തുടങ്ങിയ യുദ്ധവിമാനങ്ങളെല്ലാം തന്നെ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്ന വാർത്തകളും വരികയാണ്. മാത്രമല്ല, പൈൻമര കാടുകളിൽ എവിടെയോ ഒളിച്ചിരിക്കുന്ന ഈ തീവ്രവാദികളെ കണ്ടെത്തുകയും അവർക്ക് കർക്കശമായ ശിക്ഷ കൊടുക്കുകയും ചെയ്യാൻ വേണ്ടി നമ്മുടെ പട്ടാളം വിശ്രമമില്ലാതെ അവിടെ തെരച്ചിൽ തുടരുകയാണ്. ഇപ്പോൾ ശ്രീനഗറിൽ നമ്മുടെ പ്രതിനിധി ബൽറാം നെടുങ്ങാടിയുണ്ട്. ബൽറാം, ഈ തെരച്ചിലിൻ്റെ കൂടുതൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് നമ്മളുമായി പങ്കുവയ്ക്കും. പറയൂ ബൽറാം. SKN ഈ ഭീകരവാദികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി പുരോഗമിക്കുകയാണ്. ഈ വനമേഖലയിൽ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചുള്ള ആകാശ നിരീക്ഷണം നടത്തുന്നുണ്ട്. സാധ്യമായ ഇടങ്ങളിൽ ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ ഈ ആളുകളുടെ ചലനം ഉൾപ്പെടെ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള അത്യാധുനിക മറ്റ് സംവിധാനങ്ങൾ, സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിലും ഈ ഭീകരവാദികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രായോഗികമായി ഈ വനമേഖലയുടെ ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകൾ അനുസരിച്ച് അവിടെ മനുഷ്യരാൽ തന്നെ തെരച്ചിൽ നടത്തിയാലേ കണ്ടെത്താൻ കഴിയൂ. ഇടതൂർന്ന പൈൻമരക്കാടുകൾക്ക് ഇടയിൽ ഏതാണ്ട് 50 കിലോമീറ്റർ ചുറ്റളവുള്ള വലിയൊരു മേഖലയാണ്. അത് പഹൽഗാം മുതൽ ശ്രീനഗർ വരെ ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വനമേഖല ഇതിനോട് ചേർന്ന് കിടക്കുന്നുണ്ട് എന്നുള്ളതും ഈ തെരച്ചിലിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. നിലവിൽ സാധ്യമായ ഇടത്ത് എല്ലാം തന്നെ സുരക്ഷാ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. അരിച്ചുപെറുക്കിയുള്ള തെരച്ചിൽ, ഓരോ ഇഞ്ചും അരിച്ചുപെറുക്കിയുള്ള തെരച്ചിലാണ് നടത്തുന്നത്. അതേസമയം ഈ ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകൾ തന്നെയാണ് ഭീകരർക്ക് ഒളിച്ചിരിക്കാൻ ഇടം നൽകുന്നതും. ഈ ഭീകരർ വലിയ ആസൂത്രണത്തോടെ മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇവിടെ പരിശോധന നടത്തി ഇവിടെ എന്തെല്ലാമാണ് സാഹചര്യം മനസ്സിലാക്കിയാണ് ഈ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് തന്നെയാണ് അവർ ഇത്രയും ദിവസങ്ങൾ, ഇത്രയും മണിക്കൂറുകൾ അവർക്ക് ഒളിച്ചിരിക്കാൻ കഴിയുന്നു എന്നതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇവർ ഇവിടെ എത്തിയ ശേഷം അവസാന 5 ദിവസവും യാതൊരു തരത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ആശയവിനിമയ ഉപാധികളും ഉപയോഗിച്ചിട്ടില്ല എന്നാണ് രക്ഷാസേന നടത്തിയ പരിശോധനയിൽ മനസ്സിലായിരിക്കുന്നത്. ഈ ഒരു സമയത്ത് ഭീകരാക്രമണത്തിന് മുൻപുള്ള ദിവസങ്ങളിൽ, മണിക്കൂറുകളിൽ ഏതെങ്കിലും പുറമേ നിന്നുള്ള സംശയാസ്പദമായ സിഗ്നലുകൾ ഈ പ്രദേശത്തുണ്ടായിട്ടുണ്ടോ എന്ന് സൈന്യം പരിശോധിച്ചിരുന്നു. എന്നാൽ അത്തരത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല. മൊബൈൽ ഫോണോ മറ്റ് വാക്കി ടോക്കിയോ ഉൾപ്പെടെ യാതൊരു ഉപകരണങ്ങളും അവർ ഉപയോഗിച്ചിട്ടില്ല. അത്രത്തോളം ആസൂത്രണം ചെയ്താണ് ഇവർ ഇവിടെ എത്തി ഈ ആക്രമണം നടപ്പാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ അവരുടെ കൈവശവും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഒന്നും തന്നെ നിലവിൽ ഇല്ല. അത്തരത്തിലുള്ള പരിശോധനകളും നടന്നു വരുന്നുണ്ട് ഒളി സങ്കേതം കണ്ടെത്തുന്നതിനായി. അതുകൊണ്ട് തന്നെ മനുഷ്യ സാധ്യമായ തെരച്ചിൽ എന്നുള്ളതാണ് പ്രായോഗികം. അത് സമയമെടുക്കുന്നതാണ്. ഈ ഒരു പ്രദേശത്തിന്റെ പ്രത്യേകതകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒളിത്താവളം തീർച്ചയായും ഈ പ്രദേശത്ത് ഉണ്ടാകുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. കാരണം മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പദ്ധതി ആയതുകൊണ്ട് തന്നെ അതിനാവശ്യമായ മറ്റ് ക്രമീകരണങ്ങളും അവർ ഒരുക്കിയിട്ടുണ്ടാകുമെന്നാണ് ജമ്മുകശ്മീർ പോലീസ് വിലയിരുത്തുന്നത്. അതിനായി കൂടുതൽ സൈനികരെ ഇവിടെ എത്തിച്ച് തെരച്ചിൽ നടത്തുക എന്നുള്ളതാണ്. ജമ്മുകശ്മീർ പോലീസിന്റെ കമാൻഡോ സംഘവും വനമേഖലയിൽ തെരച്ചിൽ നടത്തുന്നുണ്ട്. അവർ ഏത് ദിശയിലേക്കാണ് പോയത് എന്നതടക്കമുള്ള ചില സൂചനകൾ ഇതിനകം തന്നെ ചോദ്യം ചെയ്യലുകളിൽ ലഭിച്ചതായാണ് സൂചന. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ അത് ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഈ തെരച്ചിൽ നടത്തുന്ന സൈനികർക്ക് ഉൾപ്പെടെ നിർദ്ദേശങ്ങൾ, ആവശ്യമായ ദിശ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളും മറ്റും നൽകുന്നത്. അത്തരത്തിൽ ഇപ്പോഴും ഊർജിതമായി തെരച്ചിൽ പുരോഗമിക്കുന്നു. വനമേഖല വിട്ട് അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭീകരരെ പിടിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം തന്നെയാണ് ജമ്മു കശ്മീർ പോലീസ് ഈ ഒരു ഘട്ടത്തിലും പ്രകടിപ്പിക്കുന്നത്. SKN.